ാണ് ഈ വിശുദ്ധ റമദാൻ കാലത്ത് ഒരു മനോഹരമായിട്ടുള്ള ഐക്യത്തിനുള്ള പാത തെളിയുകയാണ്. സുന്നി ഐക്യം സാധ്യമാകുമെന്നുള്ള ഒരു വലിയ ചർച്ചകൾ നടക്കുകയാണ്. എങ്ങനെയാണ് അങ്ങ് അതിനെ കാണുന്നത്? അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് കാലത്തെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സുന്നികൾ ഐക്യപ്പെടുക എന്നുള്ളത്. അതുമായുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതേത് രീതിയിലാണ് എന്നതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റേത് രീതിയിലാണെങ്കിലും അത് ഐക്യപ്പെടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്, അത് ആവശ്യവുമാണ്. പാണക്കാട് കുടുംബത്തിന് ഇതിൽ നേതൃപരമായിട്ടുള്ള ഒരു പങ്കുണ്ടോ? നേരത്തെ തന്നെ ഞങ്ങളുടെ പിതാവുള്ള സമയത്ത് തന്നെ അതുമായുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകൾ നടന്നിരുന്നു. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സമയത്ത് നടന്നിരുന്നു. ഇപ്പോൾ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ അതുമായുള്ള ചർച്ചകളൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള രീതിയിൽ ആണ് ചർച്ച നടത്തുക. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ചർച്ചയിലും പാണക്കാട് കുടുംബത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടാവും. അല്ല, നല്ല കാര്യങ്ങൾക്കൊക്കെ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാവും. അത് ഏത് കാര്യമാണോ സമൂഹത്തിന് നന്മയുണ്ടാവുന്നത് അതിൻ്റെ കൂടെയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം വളരെ തൃപ്തരാണ്, അവർക്ക് ഒരു തരത്തിലുള്ള ആശങ്കകളില്ല എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അങ്ങേക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പലർക്കും പല രീതിയിലുമുള്ള അഭിപ്രായങ്ങളായിരിക്കും. കേരളത്തിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ വ്യക്തിപരമായി? കുറച്ച് കാലമായി ഇവിടെ മുസ്ലിങ്ങൾ പലപ്പോഴും ഇരയാക്കപ്പെടുന്നു, പീഡിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലും വഖഫ് ബില്ല് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും നിലനിൽക്കെ തന്നെ അതുമായുള്ള ചർച്ചകളൊക്കെ തന്നെയും പലരും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള സമരങ്ങൾ നടത്തുന്നു, നിയമപരമായ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി സുതാര്യമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അഭിപ്രായം ഉണ്ടായില്ല. അതല്ല, അത് പിന്നെ വളരെ കൃത്യമാണ്. ഇവിടെ ആരെങ്കിലും ആരുടെയെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിമാരെയോ ഭരണത്തലപ്പത്തിരിക്കുന്നവരെയോ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെയോ ആരെയും കാണുന്നതിനോ ചെന്ന് സന്ദർശിക്കുന്നതിനോ അവരുമായി സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിനോ അവരുമായി ബന്ധങ്ങൾ തുടരുന്നതിനൊന്നും ഇവിടെ ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അത് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഇനി അത് ചെയ്യാത്ത ആളുകൾക്ക് അതിന് കെൽപ്പില്ലാത്തതാണ്, അവർക്കതിന് സാധിക്കാത്തത് കൊണ്ടാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അത് ചിലരുടെ നിലപാടുകളാണ്, അത് ചിലരുടെ നട്ടെല്ലിൻ്റെ ബലമാണ്. അവർ വേണ്ട, അവർ ഇനിയിപ്പോൾ ഏത് വലിയ ഈ രാജ്യത്തിൻ്റെ പരമ അധികാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാലും അവരുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ നെഞ്ചത്തടിക്കുന്നതാണ് എന്ന് തുറന്ന് പറയാൻ നട്ടെല്ലിനൊരു ബലം വേണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ആർക്കും ആരെയും കാണാം, ആരുമായിട്ടും എന്ത് ബന്ധങ്ങളും സ്ഥാപിക്കാം, ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ അത് കഴിഞ്ഞിട്ട് നടത്തുന്ന ആ പിന്നിൽ നിന്ന് കുത്തുള്ള ഏർപ്പാടുണ്ടല്ലോ, എന്ത് ഈ അവരുമായിട്ടുള്ള ബന്ധം തുടരാനും അവരിൽ നിന്ന് പലതും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഈ ഒന്ന് സുഖിപ്പിക്കുന്ന ഏർപ്പാട്, അവരെ ഈ സോപ്പിടുന്ന ഏർപ്പാട്, അതിന് ഉമ്മത്തിനെ കരുവാക്കുന്ന ഏർപ്പാട്, അത് വേണ്ട. ഇപ്പം നോളജ് സിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അതല്ല അസമിലെയോ ബംഗാളിലെയോ ഒക്കെ ബിസിനസ് താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വേണ്ടിയാണെങ്കിലും, കാരണം അസമിലും ബംഗാളിലും ഒക്കെ ഇപ്പം താടി വെച്ചവരാണെങ്കിലും ശരി, തലക്കെട്ട് കെട്ടിയവരാണെങ്കിലും ശരി, അതല്ല തിരുവസ്ത്രമണിഞ്ഞ ആളുകളാണെങ്കിലും ശരി, ശിരോവസ്ത്രമണിഞ്ഞ ആളുകളാണെങ്കിലും ശരി, ഒക്കെ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തങ്ങളുടെ ബിസിനസ്സിന് ഒരു പ്രൊട്ടക്ഷൻ വേണം, തങ്ങളുടെ ബിസിനസ് സേഫാക്കിയിട്ട് നടത്താൻ കഴിയണം എന്നതാണ് ലക്ഷ്യമെങ്കിൽ അതായിക്കോ. പക്ഷേ അതിന് ഉമ്മത്തിനെ പണയം വെടുത്തിയിട്ട് ഞങ്ങളുടെ കാര്യം നേടിയെടുക്കുക എന്നുള്ളത് വേണ്ട. ഇവിടെ പല കാര്യങ്ങളും ആശങ്കയിലാണ്. ഒന്ന്, നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. ഇതിനൊക്കെ പുറമെ നിയമങ്ങൾക്കെല്ലാം അപ്പുറത്ത് സാധാരണക്കാരായ ഈ ഉമ്മത്തിൽപ്പെടുന്ന ആളുകൾ വിശ്വാസത്തിൻ്റെ പേരിൽ, അവൻ്റെ വസ്ത്രത്തിൻ്റെ പേരിൽ, അവൻ്റെ ഭക്ഷണത്തിൻ്റെ പേരിൽ നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒക്കെ
ഈ ഒരു സംഘ് പരിവാർ അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്, ഈ സംഘ് പരിവാർ അധികാരത്തിലുള്ളത് കൊണ്ട് നടക്കുന്നതാണ്, മോദി അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് നടക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ചോറ് തിന്നുന്നവർക്ക് ആർക്കും സംശയമില്ല. അപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞവർ എന്ത് തിന്നുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ അവർ കഴിക്കുമ്പോൾ അവിടെ പോയി നോക്കണം എന്താണ് തിന്നുന്നത്. ഇനി മേ ബി അരിയാഹാരം തന്നെ ആയിരിക്കാം, പക്ഷേ ആ അരിയാഹാരം മറ്റൊരുത്തൻ കഴിച്ചിട്ട് അവൻ വിസർജിച്ചതായിരിക്കാം കഴിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. മേ ബി ഇനി എന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. കാരണം ഒരു സമുദായം, ഒരു ഉമ്മത്ത് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ, അവൻ്റെ നാമത്തിൻ്റെ പേരിൽ, അങ്ങനെ എന്ന് പറഞ്ഞാൽ അവൻ ഓരോരുത്തരും ഇട്ടിരിക്കുന്ന അവൻ്റെ നാമം, അവൻ്റെ പേര്, അതിൻ്റെ പേരിൽ, അവൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഉത്തരാഖണ്ഡിൽ നിന്നോ അവിടെ എവിടെ നിന്നോ ഒരു വാർത്ത നമ്മൾ കണ്ടില്ലേ, ഒരു സ്റ്റോറി. മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് ദീപക്. എന്താ കാര്യം? വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഒരു മുസ്ലിം വിശ്വാസി നടത്തുന്ന ഒരു സ്ഥാപനം, ആ മുസ്ലിമായ ഒരാൾ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ മുകളിൽ സംഘ് പരിവാർ കേന്ദ്രങ്ങൾ ആക്രമണം അഴിച്ചു വിടാൻ വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നത് ഒരു ദീപക്കാണ്, ഒരു മുസ്ലിം മതവിശ്വാസി അല്ലാത്തവനാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്താ നിൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് മുഹമ്മദ് ദീപക്ക, നിനക്കെന്താണ് പ്രശ്നമെന്ന് തിരിച്ചു ചോദിച്ച ആ വലിയ മനസ്സിനുടമ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഒരുപാട് അനേകായിരം ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊന്നും കാണാത്തവരോ ഇതൊന്നും മനസ്സിലാക്കാത്തവരോ അല്ല. ഇനി ഇതൊക്കെ ഈ പറയുന്ന സംഘ് പരിവാർ അനുകൂലികളും സംഘ് പരിവാറിൻ്റെ പ്രവർത്തകരും അയച്ചു വിടുന്ന ആക്രമണങ്ങളാണെങ്കിൽ ഈ രാജ്യത്ത് നിയമപരമായിട്ട് മുസ്ലിങ്ങൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളി, അത്തരത്തിൽ നിയമപരമായി നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിലൊന്നാണ് SIR, അതിലൊന്നാണ് പൗരത്വ ഭേദഗതി ബില്ല്, അതിലൊന്നാണ് വഖഫ് ബില്ല്. എന്തിനധികം ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിങ്ങൾ കണ്ടില്ലേ, ജനിച്ചതും മഞ്ചേശ്വരത്ത്, ജീവിച്ചതും മഞ്ചേശ്വരത്ത്, ഇനി മരിക്കാൻ പോകുന്നതും മഞ്ചേശ്വരത്ത്, അത്രയധികം പ്രായമുള്ള ഒരു വ്യക്തി, കുഞ്ഞി മുഹമ്മദ് എന്നോ മറ്റോ പേരുള്ള ഒരു വ്യക്തി. SIR-ൽ വോട്ടർ പട്ടികയിൽ പേര് വന്നു, കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ട്. പക്ഷേ BJP നേതൃത്വം അയാളുടെ ഫോം 7 ഉപയോഗിച്ച് അയാൾ ഈ രാജ്യക്കാരനല്ല എന്ന് പറഞ്ഞ് കളക്ടർക്ക് പരാതി കൊടുത്ത് അയാളുടെ വോട്ട് തള്ളാനുള്ള ഏർപ്പാടുകൾ നടത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ കൺമുന്നിൽ ഇങ്ങനെ ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിൽ ലീഗലായിട്ടും അല്ലാതെയും ആൾക്കൂട്ട വിചാരണകളും സംഘ് പരിവാർ വിചാരണകളും ഒക്കെ ഈ ഉമ്മത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ, അവൻ്റെ വസ്ത്രത്തിൻ്റെ പേരിൽ, അവൻ്റെ ഭക്ഷണത്തിൻ്റെ പേരിൽ ഒക്കെ നേരിടുമ്പോൾ ഇതേ വസ്ത്രമണിഞ്ഞ് തലയെക്കെട്ട് കെട്ടിയിട്ട് പോയി കാല് നക്കി വന്നിട്ട് ഇല്ല ഞങ്ങളൊക്കെ സുരക്ഷിതരാണ്, ഏതാണ് ഞങ്ങൾ? ഇനിയിപ്പോൾ ഈ മഹാൻ കരുതിയിരിക്കുന്നത് ഈ മഹാൻ താമസിക്കുന്ന ഇടവും ഈ മഹാൻ ചുറ്റിപ്പറ്റിയുള്ള ആളുകളും മാത്രമാണ് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ എന്നാണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം നിങ്ങൾ പോയി കാല് നക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കൊന്നും നേരിടേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ സംരക്ഷരാണ്, സുരക്ഷതയുള്ളവരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ. അത് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന്, എന്തുകൊണ്ട് ആ മഹാൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മഹാനായ ശംസുലുലമയും മഹാനായ റയീസുൽ മുഹക്കിഖീൻ കണ്ണിയത്ത് ഉസ്താദും എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് എന്നുള്ളതിന് ഉത്തരം അവിടെയുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഈ രാജ്യത്ത് ഇതിപ്പം മുസ്ലിം ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും നിരന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ നിരന്തരമായിട്ട് വേട്ടയാടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, അതിപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിലും ചില ആളുകളുണ്ട് അങ്ങോട്ട് ചെന്ന് കാല് നക്കിയിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്ന് പറയുന്ന ചില ആളുകൾ അവിടെയും ഉണ്ട്. ഈ ഒറ്റുകാരെല്ലായിടത്തും ഉണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ബിസിനസ്സുകൾക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ഒരു കൂട്ടത്തെ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാർ എല്ലായിടത്തുമുണ്ട്. അത് ആ കൂട്ടത്തിൽ പെടുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. അപ്പോൾ അതിനെ പല രീതിയിൽ മുതലെടുക്കുന്ന ആളുകളും നമ്മൾ കാണുകയാണ്.
ചില ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് കൂട്ടി ഒക്കെ പല രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പറഞ്ഞു വന്നത്, ഇങ്ങനെ ആരെങ്കിലും ഒരാൾ വിളിച്ച് പറയുമ്പോഴേക്കും ഈ സമുദായം സുരക്ഷിതരാണെന്നോ അല്ലെന്നോ എന്നതൊക്കെ ആ സമുദായത്തിനറിയാന്നേ. അവരനുഭവിക്കുന്ന അവരുടെ വെല്ലുവിളികൾ, അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഈ ഉമ്മത്ത് നല്ല ബോധവാന്മാരാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരാൾ പോയിട്ട് വന്നിട്ട് കാല് നക്കി, ഇനി കാല് കഴുകി വെള്ളം കുടിച്ചിട്ട് ഇറങ്ങിയിട്ട് അതിൽ ഇപ്പം അത്തരക്കാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ഈ പറയുന്ന ഏർപ്പാട് അത് വേണ്ട. ഉമ്മത്തിനെ വിറ്റുകൊണ്ട് നക്കുന്ന ഏർപ്പാട് വേണ്ട. നിങ്ങളെന്തോ വെച്ച് നിങ്ങളെ ബിസിനസ് വളർത്തിക്കൊന്നേ. ഇവിടെ അതിലൊന്നും ആർക്കും ഒരു ചോദ്യമില്ല. നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കിയ, നിങ്ങൾ കോടികൾ ഉണ്ടാക്കിയ, നിങ്ങളുടെ കോടികളോ ആരും ചോദിക്കുന്നില്ല. മനസ്സിലായില്ലേ? ആ കോടികളൊക്കെ സ്വന്തം പോക്കറ്റിൽ വെക്കുന്നു എന്നല്ലാതെ ആ കോടികൾ ഇങ്ങോട്ട് ആർക്കും കൊടുക്കാറില്ലല്ലോ. ഇവിടെ നിന്ന് ഉമ്മത്തിൽ നിന്ന് ഊറ്റി ഊറ്റി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ വെക്കുക എന്നല്ലാതെ അത് ഉമ്മത്തിലേക്ക് കൊടുക്കുന്നതൊന്നായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നത് ഈ സമൂഹത്തെ, ഈ സമുദായത്തെ കൂടെ നിന്ന് ഒറ്റുന്ന ഏർപ്പാടാണ് എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാ. അത്രയേ ഉള്ളൂ പറയാൻ. കാരണം പലരും പല കാരണങ്ങൾ കൊണ്ട് വിമർശനങ്ങളെപ്പോലും പരിമിതപ്പെടുത്തി മയപ്പെടുത്തിയൊക്കെ പറയുകയാണ്. പക്ഷെ അങ്ങനെ മയപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്തരക്കാരുമായിട്ട് ഐക്യപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത്തരം പ്രവണതകൾ ഇന്ന് മുതൽ ഇത് കാലങ്ങളായിട്ട് തുടർന്നു പോരുന്നതാണ്. ഈ പബ്ലിസിറ്റി സെൻറ്റും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇത്തരക്കാരുമായിട്ട് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവർ ചെയ്യുന്നതിന് നമ്മൾ പിന്നെ മറുപടി പറയേണ്ടി വരും. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ഐക്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഏർപ്പാടുകളിലേക്ക് കടന്നു ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല, അതിസമർത്ഥമായിട്ടുള്ള, വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം. അതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.